ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ കാലമായി കുറേ കാലം എന്ന് വെച്ചാൽ കുറച്ച് ദിവസങ്ങളായി, ഒരു മാസങ്ങളൊക്കെ ആയി തോന്നുന്നു ഞാൻ ലോങ് വീഡിയോസ് ഇട്ടിട്ട് ഫ്രിഡ്ജ് കാര്യമൊക്കെ ആയിരുന്നു ലാസ്റ്റ് ഇട്ട വീഡിയോ. അതിനുശേഷം ലോങ് വീഡിയോസ് ഇട്ടില്ല, കുറേ ഷോർട്സ് ഇട്ടിട്ടുണ്ട്. കാണേണ്ടവർക്ക് കാണാം, ഇഷ്ടമില്ലാത്തവർ കാണണ്ട. ഞാൻ ആരും നിർബന്ധിപ്പിച്ചിട്ട് കാണുന്നൊന്നും പറയുന്നില്ല. നിർബന്ധിപ്പിക്കുന്നില്ല ഞാൻ. കാണേണ്ടവർക്ക് കാണാം, ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ വിട്ടേക്ക്, നിങ്ങളുടെ ഇഷ്ടം. നമുക്ക് അടുത്ത് പോയിട്ട് പറയാൻ പറ്റില്ലല്ലോ, യു ഷുഡ് വാച്ച് ദിസ്, ഇത് കൊണ്ടേ പറ്റുള്ളൂ, അങ്ങനെ ഞാൻ പറയാൻ പോയിട്ടില്ല, അങ്ങനെ പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടം കാണാൻ സപ്പോർട്ട് ചെയ്യാം. അപ്പം ഇന്നത്തെ എൻ്റെ വിശേഷം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ദുബായ് യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോൾ ഉണ്ടല്ലോ, ആ ദുബായിൽ എനിക്ക് ഭയങ്കര എന്താ പറയുക, എപ്പോഴും എൻ്റെ കൂടെ എൻ്റെ 2 കസിൻ സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം പെട്ടെന്ന് ഞാൻ ഈ വീട്ടിലേക്ക് വന്ന് ഭയങ്കര ലോൺലിനെസ് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ, ആരും ഇല്ലാത്തൊരു ഫീലിങ്. കുറച്ച് കഴിഞ്ഞാൽ അത് അഡ്ജസ്റ്റ് ആകും. എന്നാലും പിന്നെ 2 ആഴ്ച കഴിഞ്ഞാൽ ക്ലാസ്സൊക്കെ തുടങ്ങി അതൊക്കെ പോകുന്ന വൈബാകുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഒബ്വിയസ്ലി റെഡി ആവും. പക്ഷെ എന്നാലും ഇപ്പം എനിക്ക് എന്തോ ഒരു കൂട്ട് വേണമെന്ന് തോന്നി. സോ ഞാൻ ഒരു റൂംമേറ്റിനെ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പം എൻ്റെ പുതിയ പാർട്ട്ണറെ കണ്ടുപിടിക്കാൻ പോവാം. എന്നെ എപ്പോഴും ചതിക്കുന്ന ഒരു സാധനമുണ്ട്, ചലഞ്ഞു തിരിഞ്ഞിട്ടാണെങ്കിലും ഞാൻ എൻ്റെ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ പുതിയ റൂംമേറ്റിനെ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കത് ആരാണ് ഇപ്പം റിവീൽ ചെയ്യാം. റൂംമേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ മനുഷ്യനെ കൊണ്ടുവരുന്നൊന്നും ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അഥവാ ഇനി ഞാൻ കൊണ്ടുവന്നാലും ഇറ്റ് ഷുഡ് ബി സീക്രട്ട്, റൈറ്റ്? ചുമ്മാ പറഞ്ഞാൽ റൂംമേറ്റ് മനുഷ്യന്മാരൊന്നുമല്ല. നമുക്ക് എന്തായാലും റിവീൽ ചെയ്യാം. ഇപ്പം നമുക്ക് മനസ്സിലായി കാണില്ലേ ആരാ എൻ്റെ ന്യൂ റൂംമേറ്റ് എന്ന്. യെസ്, ഇനി ഇത് നമുക്കൊന്ന് സെറ്റാക്കി കൊടുക്കാം. ആൻഡ് ലെറ്റ്സ് വെൽക്കം അവർ ന്യൂ റൂംമേറ്റ്. ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയാം. ഈ ഇതെന്താ പറയുക, അക്വേറിയം അല്ലല്ലോ, ഫിഷ് പോട്ട്. ഓക്കെ, ഫിഷ് പോട്ട് ആണെങ്കിലും ഈ പറയുന്ന സാധനങ്ങളാണെങ്കിലും, ആൻഡ് ഐ ഹാവ് എ ക്യൂട്ട് ലിറ്റിൽ ഹോം ഫോർ മൈ റൂംമേറ്റ്. അപ്പം ഇതൊക്കെ ഈ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. ഫോർ ദ പാസ്റ്റ് 2 years ഐ ഗസ്. എനിക്കിതിൻ്റെ ആവശ്യം വന്നിട്ടില്ല, ബിക്കോസ് ഐ ഡിഡൻറ്റ് ഫീൽ ദാറ്റ് മച്ച് ലോൺലി. പക്ഷേ ഇപ്പോൾ ഐ ഫീൽ സോ ലോൺലി ആസ് പെർ ദ 4 months ആർ ദർ. ആ 4 മാസം എനിക്ക് മര്യാദക്ക് നിൽക്കണം. ഓക്കെ, മര്യാദക്ക് നിൽക്കണം. മൊത്തം ഇടയ്ക്കൊക്കെ ഒന്ന് മിണ്ടിയും പറഞ്ഞിരിക്കാൻ. ഈവൻ തോതും ഇന്ന് ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാവില്ല, ഞാൻ തിരിച്ചെനിക്ക് റിപ്ലൈ കിട്ടില്ലെങ്കിലും ഡസൻറ്റ് മാറ്റർ, എനിക്ക് മീനെ വാങ്ങിക്കാൻ തോന്നി. ഞാൻ ക്ലീൻ ചെയ്യുന്ന സമയത്താണ് ഈ പോട്ട് ഒന്നുകൂടെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ ഒരു മീനെ വാങ്ങിക്കാം, 1 or 2 ആവാം. ലെറ്റ്സ് വെയിറ്റ്. അപ്പോൾ നമുക്ക് ടാങ്കിൽ നിറയ്ക്കാം. നമ്മുടെ മീനിൻ്റെ കുട്ടി വീട് വെച്ച് കൊടുക്കാം. ബാക്കി നമുക്ക് മീൻ വന്നിട്ട് വെള്ളം ഒഴിച്ച് സെറ്റാക്കാം. ഒരു സാധനം കൂടെ വെച്ചുകൊടുക്കാൻ ഞാൻ മറന്നു. ഈ സാധനം ഞാൻ 1 മുന്നേ വാങ്ങിച്ചായിരുന്നു, പക്ഷേ ഇത് ഇളകി കിടക്കുന്നത് കണ്ടു. അപ്പം നമുക്ക് ഇത് ഇവിടെ വെച്ച് കൊടുക്കാം. അതൊരു വൈബ് ആയിട്ട് അടിച്ചോട്ടെ. ഓക്കെ, അങ്ങനെയൊക്കെ കിടക്കട്ടെ. അപ്പം നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. അപ്പം ഇതാണ് എൻ്റെ റൂംമേറ്റ്സ്. 2 ജിയോ ഫിഷാണ്. ഒറ്റപ്പെട്ട ജീവിതം അവർ ജീവിക്കേണ്ടാത്തതുകൊണ്ട് ഞാൻ 2 എണ്ണത്തിനെ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും അവരുടെ വീട്ടിലേക്ക് ഇടാം. അവർ 2 പുതിയ ഭവനത്തിലേക്ക് പ്രവേശിച്ചു. അവർക്കത് ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ക്രിയേറ്റിവിറ്റിയാണത്, വിശ്വസിക്കുന്നു ഞാൻ. കൊണ്ടുവന്നിട്ട് പട്ടിണിക്കിടാൻ പറ്റില്ലല്ലോ. അപ്പം നമുക്ക് എന്തായാലും ഭക്ഷണം കൊടുക്കാം. അത് അവിടെ നിന്ന് തന്നെ മനസ്സിലാണ്. ഭക്ഷണം കൊടുക്കട്ടെ ഞാൻ. അവർ കഴിക്കുമല്ലോ, നമുക്ക് നോക്കാം. ഇതാണ് എൻ്റെ മീൻകുട്ടികൾ. നമുക്ക് കാണുന്നില്ല, വെള്ളത്തിനകത്തേക്കൊന്നും ഫോൺ ഇടുന്നില്ല, എന്നാലും കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. കാണുന്നുണ്ട്, ഉറപ്പാണ്, ഞാൻ കാണുന്നുണ്ട്. അപ്പം നിങ്ങളും കാണും. ഇവർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നി. യെസ്, അവർ ഫുഡ് കഴിക്കുന്നുണ്ട്.
അപ്പോൾ എൻ്റെ 2 പുതിയ കമ്പാനിയൻസ് നിങ്ങളെല്ലാവരും കണ്ട സ്ഥിതിക്ക് ഇവരുടെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അതിന് മുന്നേ ഒരു കഥാപാത്രത്തെ ഞാൻ പരിചയപ്പെടുത്തരാം. എൻ്റെ പപ്പ. ഞാൻ മീൻ വാങ്ങിക്കാൻ തോന്നുന്നുണ്ടെന്ന് ആദ്യം വിളിച്ചു പറഞ്ഞ പപ്പയോട്. പപ്പ പറയാ മീൻ മുറിച്ചതൊക്കെ അവിടെ കിട്ടൂലേ, വാങ്ങിച്ചൂടേന്ന്. എന്ത് ചെയ്യാനാ പപ്പയപ്പല്ലേ, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഞാൻ മീനെ വളർത്താനാണ് വാങ്ങിക്കുന്നത്. അപ്പം എൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞുള്ളൂ, വാങ്ങിച്ചു, പക്ഷെ മീനിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ കരയരുത്. ബട്ട് എനിവേസ് ഞാൻ പറഞ്ഞു, ഞാനൊരു മനുഷ്യനാണ്, സങ്കടം വന്നാൽ ഞാൻ പിന്നെയും വിളിക്കും, ഞാൻ തന്നെ കരയും. ഡസൻറ്റ് മാറ്റർ. എനിവേസ് ഐ ആം ഗുഡ്. അപ്പം മീനിനെ കൊണ്ടുവന്നാലും ഞാൻ പോയി കാണിച്ചു കൊടുക്കണ്ടേ. അങ്ങനെ വീഡിയോ കോൾ ചെയ്തതാണ്. അപ്പം പറയാണേ, പൂച്ചയൊന്നും കയറാണ്ട് നോക്കിക്കോന്ന്. ബ്രോ, ഐ എം ലിവിങ് ഇൻ ദ 16th floor of an apartment and how could a damn cat can ruin my fish? അപ്പം ഞാൻ എൻ്റെ 16 നിലയുള്ള അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കാണിച്ചു കൊടുത്തെല്ലാം സെറ്റാക്കി ഞാൻ എൻ്റെ മീൻ കുട്ടികളെ സന്തോഷമായിട്ട് വെൽക്കം ചെയ്തു. They are enjoying by the way. ഓക്കെ, അവരെന്നാ സുഖിച്ചോട്ടി, അവർ ജീവിക്കട്ടെ. ബൈ ബൈ. അപ്പോൾ വീഡിയോൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ ആരെയും ഞാൻ നിർബന്ധിപ്പിച്ചിട്ടൊന്നും ഒരു വീഡിയോ ഒന്നും കാണിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ കാണാം, സപ്പോർട്ട് ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ കാര്യമാണ്. ഞങ്ങളൊരു എഫേർട്ട് ഇട്ടിട്ട് ഒരു സാധനം അപ്ലോഡ് ചെയ്യുമ്പം ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഒരു മെയിൻ കാര്യമാണ്. അല്ലാണ്ട് വെറുതെ വീഡിയോ എടുത്തിട്ട് എൻ്റെ ഫോണിൽ വെക്കാനാണെങ്കിൽ ഇപ്പം ഞാനൊരു ചാനൽ തുടങ്ങേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായങ്ങളും വിമർശനങ്ങളും അറിയിക്കുക. ആരും വന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം മാത്രം കമൻറ്റ് ഇടാം. ഇല്ല, കമൻറ്റ് ബോക്സ് ഞാൻ ഇന്ന് കമൻസിന് വേണ്ടി പ്രത്യേകമായിട്ട് ഓഫ് ആക്കിയിട്ടൊന്നുമില്ല. കമൻറ്റ് ബോക്സ് ആർ ഓൾവേസ് ഓപ്പൺ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും അഥവാ സജഷൻസ് ആണെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ഇടാൻ പറ്റും. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. സീ യു ഓൺ another video, most probably, or shorts വഴി ഞാൻ പിന്നെയും വരുന്നതായിരിക്കും. അപ്പോൾ ടാറ്റാ.